പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ അത്യുന്നതങ്ങളിൽ ദൈവത്തിന് സ്തുതി. ഭൂമിയിൽ മനുഷ്യർക്ക് സമാധാനം പ്രത്യാശയും എപ്പോഴും എന്നേക്കും. ക്രിസ്തുനായ ഞങ്ങളുടെ പിതാവേ, നമുക്ക് പ്രാർത്ഥിക്കാം. പിതാവായ ദൈവമേ, അങ്ങനെ ഞങ്ങളുടെ കുടുംബത്തിന് നൽകിക്കൊണ്ടിരിക്കുന്ന എല്ലാ അനുഗ്രഹങ്ങൾക്കും ഞങ്ങൾ നന്ദി പറയുന്നു. ഇന്ന് സ്വന്തം പിതൃഭവനത്തിലേക്ക് യാത്രയാകുന്ന ഗർഭിണിയായ അനിയത്തിയെ അങ്ങ് പ്രത്യേകമാനന്ദം പ്രകാശിക്കണമേ. എല്ലാ ആശങ്കകളിലും ആകുലതകളിൽ നിന്ന് ഇവളെ സംരക്ഷിക്കണമേ. സുഖപ്രസവം നൽകി ഇവളെ അനുഗ്രഹിക്കണമേ. ഇവളിൽ നിന്ന് പ്രക്കാനിക്കുന്ന ശിശു ഈ കുടുംബത്തിന് പ്രകാശവും നിധിയുമായിരിക്കട്ടെ. സ്ഥലത്തിൽ ആദായനേക്കും. നിന്റെ ഭാര്യ നിന്റെ ഭവനത്തിൽ വിളഞ്ഞു കിടക്കുന്ന ഇരുവള്ളിയാകും. നിന്റെ മക്കൾ മേശയ്ക്ക് ചുറ്റും സൈഫുമുളകൾ പോലെയും ഇരിക്കും. കർത്താവിനെ ഭയപ്പെടുന്നവരെല്ലാം ഇപ്രകാരം അനുഗ്രഹീതരാകും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതിയും. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണാമയനായ ദൈവമേ, മനുഷ്യംശത്തെ അങ്ങ് പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചുകൊണ്ട് അവരെ ദാമ്പത്യത്തിലേക്ക് പ്രവേശിപ്പിച്ചുവല്ലോ. വേദനയോടുകൂടി നീ കുട്ടികളെ നിശ്ചയിക്കുമെന്ന് ഹവ്വായോട് അരുളി ചെയ്തുവല്ലോ. പ്രസവ സംബന്ധമായ എല്ലാ ആകുലതകളും വേദനകളും അങ്ങയുടെ തിരിഹിതമനുസരിച്ച് സഹിക്കുവാൻ ഇവളെ പ്രാപ്തിയാക്കണമേ. ഞങ്ങളുടെ എല്ലാവരുടെയും പരീക്ഷാ വിഷയമായ ഇവളെ എല്ലാ അനുഗ്രഹങ്ങളാലും സമ്പന്നയാക്കണമേ. സകലത്തിൻ്റെയും നാഥ എന്നേക്കും. വിശുദ്ധ യോഹന്നാൻ എഴുതാൻ സുവിശേഷം. ഈശോ അരുളി ചെയ്തു, സത്യം സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ കരയുകയും വിലപിക്കുകയും ചെയ്യും, എന്നാൽ ലോകം സന്തോഷിക്കും. നിങ്ങൾ ദുഃഖിക്കും, എന്നാൽ നിങ്ങളുടെ ദുഃഖം സന്തോഷമായി മാറും. ഒരു സ്ത്രീക്ക് പ്രസവവേദന ഉണ്ടാകുമ്പോൾ അവളുടെ സമയമായതിനാൽ ദുഃഖിതയാകുന്നു. എന്നാൽ കുഞ്ഞിനെ പ്രസവിച്ചു കഴിയുമ്പോൾ ഒരു മനുഷ്യൻ ലോകത്തിൽ ജനിച്ചതിലുള്ള സന്തോഷ നിമിത്തം ആ വേദന അവൾ വിസ്മരിക്കുന്നു. അതുപോലെ ഇപ്പോൾ നിങ്ങളും ആകുലരാണ്. എന്നാൽ ഞാൻ വീണ്ടും നിങ്ങളെ കാണും. അപ്പോൾ നിങ്ങളുടെ ഹൃദയം സന്തോഷം കൊണ്ട് നിറയും. നിങ്ങളുടെ സന്തോഷം ആരും നിങ്ങളിൽ നിന്ന് എടുത്തു കളയുകയുമില്ല. നമുക്കെല്ലാവരും വിശ്വാസത്തോടും പ്രതീക്ഷയോടും കൂടെ കർത്താവിൽ ഞങ്ങളെ പ്രാർത്ഥന കേൾക്കണമെന്ന് അപേക്ഷിക്കാം. പ്രതീക്ഷയുടെ പ്രസവ സമയം കാത്തു കഴിയുന്ന ഈ സഹോദരിക്ക് സന്തോഷവും സമാധാനം നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രയാസങ്ങളിലും ആകുലതകളിൽ നിന്ന് ഞങ്ങളുടെ പ്രിയപ്പെട്ട അനിയത്തിയെ സംരക്ഷിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പ്രസവവേളയിലും പ്രസവാനന്തരവും സ്വർഗീയ ദൂതന്മാരുടെ സംരക്ഷണം നൽകി ഇവളെ കാത്തുകൊള്ളണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവളിൽ നിന്ന് പിറക്കാൻ പോകുന്ന ശിശുവിന് ആരോഗ്യവും സൗന്ദര്യവും എല്ലാ അവയവങ്ങൾക്കും സമ്പുഷ്ടിയും നൽകി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇവളെ ശുശ്രൂഷിക്കുകയും പരിചരിക്കുകയും ചെയ്യുന്ന എല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. നമുക്ക് പ്രാർത്ഥിക്കാം. കാരുണ്യവാനായ കർത്താവേ, അങ്ങയുടെ പ്രത്യേക അനുഗ്രഹത്താൽ ഒരു അമ്മയായി ഭവിച്ചിരിക്കുന്ന ഇവളെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. സന്തോഷവും സമാധാനവും പ്രദാനം ചെയ്യണമേ. വിശ്വാസത്തോടും കൂടി പ്രത്യാശയോടും കൂടെ എല്ലാ പ്രയാസങ്ങളും സഹിക്കാൻ ഇവൾക്ക് ശക്തി നൽകണമേ. പരിശുദ്ധ കന്യാമറിയത്തിന്റെ ഉദരത്തിൽ ശിശുവായി പിറന്ന നമ്മുടെ കർത്താവിന്റെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും നാം എല്ലാവരോടും കൊണ്ടുണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. കുടുംബദുഷ്ട സ്തുതി പറഞ്ഞിട്ട് എല്ലാവർക്കും സ്തുതി പറഞ്ഞാൽ മതി. എല്ലാവർക്കും
കടന്നു